സർ നമസ്തേ. അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും ഒരു അറസ്റ്റ് നാടകം. അതായത് ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ജയിലിൽ ഇരുന്നിട്ട് ഗുണ്ടകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പാർട്ടിയിലെ ആളുകൾ വരുന്നു, ഇത് ഞങ്ങളുടെ പാർട്ടിയായിട്ട് ബന്ധമില്ല, അത് വലിച്ചു തൂക്കിയെടുക്കണം എന്നൊക്കെയാണ് നേതാക്കന്മാർ പറയുന്നത്. ഈ അറസ്റ്റ് നാടകം എന്തിൻ്റെ പേരിലാണ്? അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിച്ചവരും അതുപോലെ തന്നെ പിതൃത്വം ചോദ്യം ചെയ്തവരും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് യാതൊരു പോലീസ് അവരെ ശ്രദ്ധിക്കുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പരിഹാസ്യമായി കൊണ്ടിരിക്കുന്നു. അറസ്റ്റ് നാടകം കളിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയും കേരളത്തിലെ പോലീസും അറസ്റ്റ് നാടകം കളിക്കുകയാണ്. ഇപ്പം ടി ജി മോഹൻദാസ് അദ്ദേഹം നടത്തിയ പരാമർശത്തോട് ഞങ്ങൾക്ക് BJPക്ക് ഈ ഡൽഹിയിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ എല്ലാ പരാമർശത്തോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. അദ്ദേഹം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ചില പരാമർശങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഒരു കാര്യം, ഡൽഹിയിൽ നടന്ന സമരത്തിൽ പല ആഭാസങ്ങളും പല കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പല സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സമരത്തിൻ്റെ മറവിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത്തരം അതിനോടനുബന്ധിച്ച് നടത്തിയ പരാമർശങ്ങളെയൊന്നും ഞങ്ങളത് ഒരു പിന്തുണക്കുകയോ മറ്റോ ചെയ്യുന്നില്ല. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു. ഇതേ പോലീസ് എന്തേ നരേന്ദ്രമോദിയുടെ അമ്മക്കും അച്ഛനും ഒക്കെ തെറി വിളിച്ച ആളുകൾക്ക് എന്തേ അറസ്റ്റ് ചെയ്യാത്തത്? കേരളത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തവരാണ്, ഇങ്ങനെ തെറി വിളിച്ചവരാണ്. നരേന്ദ്രമോദിയുടെ മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും ഒക്കെ തെറി വിളിച്ച് പ്രകടനം നടത്തി, അവർക്ക് നേരെ വലിയ ഭീഷണി പ്രയോഗം നടത്തി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്നുള്ള ആഹ്വാനങ്ങളൊക്കെ പ്രകടനത്തിലുണ്ടായി. ഈ ആളുകൾ, ഇങ്ങനെയുള്ള ആഹ്വാനം നടത്തിയ ആളുകളെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ തന്തക്കും തള്ളക്കും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ച് നടത്തിയ ആളുകളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല? അപ്പം ഈ ചില ആളുകളെ പോലീസിന് അറസ്റ്റ് ചെയ്യാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നേരെ അധിക്ഷേപാർഹം പരിഹാസം ഒക്കെ ഉണ്ടാക്കിയ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ പോലീസ് വാസ്തവത്തിൽ പോലീസ് യഥാർത്ഥത്തിലുള്ള ഒരു നിയമമാണോ നടപ്പിലാക്കുന്നത്, അതോ പോലീസിന് വേണ്ടി ചില ആളുകളെ സംരക്ഷിക്കാനും ചില ആളുകളെ എതിർക്കാനുമുള്ള ഒരു സംവിധാനമാണോ കേരളത്തിലെ പോലീസ് സ്വീകരിക്കുന്നത്? ഞങ്ങൾക്കതാ ഇപ്പോൾ സംശയം വരുന്നത്. ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത രീതിയോട് ഒരിക്കലും ഞങ്ങൾക്ക് യോജിപ്പില്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത്, ഇത്രയും വയസ്സായിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ടി ജി മോഹൻദാസിനെ പീഡിപ്പിക്കുകയാണ് കേരളത്തിലെ പോലീസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മറുവശമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടി ജി മോഹൻദാസ് ഏത് വിഷയത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണോ അദ്ദേഹം പരാമർശം നടത്തത്, അതേ വിഷയത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയപ്പോൾ, മുദ്രാവാക്യം വിളിച്ചപ്പോൾ, അവരുടെ തന്തക്കും തള്ളക്കും ഒക്കെ മോശമായ പരാമർശം നടത്തിയപ്പോൾ ചില ആളുകൾ വീഡിയോ ഇട്ടല്ലോ. വീഡിയോയിൽ ഒരു സ്ത്രീ വീഡിയോ ഇടുകയാണ് പ്രധാനമന്ത്രിയുടെ അധിക്ഷേപിച്ചുകൊണ്ട്. ഞങ്ങൾ പരാതി കൊടുത്തില്ലേ? ഞാൻ പരാതി കൊടുത്ത ആളാണ്. പ്രധാനമന്ത്രി അധിക്ഷേപിച്ചിട്ട് വീഡിയോ ഇറക്കിയാക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കണ്ണൂർ ഇവിടെ സിറ്റി കമ്മീഷണർക്ക്. പോലീസ് നടപടി സ്വീകരിച്ചില്ല, കേസെടുത്തില്ല. ഞാൻ കൊടുത്ത കണ്ണൂർ ജില്ലയിൽ നിരവധി ആളുകൾ ഈ വീഡിയോക്ക് എതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നിൽ പോലും കണ്ണൂരിലെ പോലീസ് കേസെടുത്തില്ല. എന്താ പറഞ്ഞത്? വേറെ തൃശ്ശൂർ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കേസുകൾ ഒന്നും എടുക്കുന്നില്ല. ഇതൊരു പോലീസ് നീതിയാണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായിട്ടാണ് അധിക്ഷേപ പരാമർശം നടത്തിയത്. ആ പരാമർശം നടത്തിയ ആളുകൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാതെ, അറസ്റ്റ് ചെയ്യാതെ അവരെ സംരക്ഷിക്കുന്നു കേരളത്തിലെ പോലീസ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസും യഥാർത്ഥത്തിൽ ഒരു നിയമമല്ല, അല്ലെങ്കിൽ നീതിയല്ല ഇവിടെ നടപ്പിലാക്കുന്നത്. ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്ന ആളുകളായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന്, അടുത്ത കാലങ്ങളിലായി കഴിഞ്ഞ 1-2 ദിവസമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അർജുൻ ആയങ്കിയുടെ അറസ്റ്റ്. താങ്കൾ സൂചിപ്പിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ CPM-ന് വേണ്ടി നിരവധി അക്രമങ്ങൾ നടത്തിയ ആൾ, CPM-ൻ്റെ പോരാളി ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും, വാസ്തവത്തിൽ ഇവരെയാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഒരു കാലത്ത് ആശ്രയിച്ചു പോയത്. അവർ ഉദ്ദേശിക്കുന്ന പല ഗൂഢപദ്ധതികളും ഈ ജില്ലയിൽ നടപ്പിലാക്കാൻ CPM-ൻ്റെ നേതൃത്വം ഉപയോഗിച്ചിരുന്നതാണ്. ഈ അർജുൻ ആയങ്കിയെയും ആകാശ് തില്ലങ്കേരിയും ഒക്കെയുള്ള ആളുകളെ ഉപയോഗിച്ചതാണ്.
അപ്പോൾ അവരിപ്പോൾ പറഞ്ഞു ഞങ്ങൾ CPM പോരാളികളാണ് എന്ന്. എന്നാൽ എന്തുകൊണ്ട് ഈ അർജുൻ ആയങ്കിയെയും ആകാശ് തില്ലങ്കേരിയെയും CPM പുറത്താക്കുന്നില്ല? ധൈര്യമുണ്ടോ CPM? എന്തുകൊണ്ട് ഇവർ പുറത്താക്കുന്നില്ല? കവർച്ച നടത്തുന്ന ആള് പോലീസിന് നേരെ നടത്തിയ ഭീഷണി, ആ ഭീഷണിയൊന്നും ഒരിക്കൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പോലീസ് സംവിധാനത്തിനെ അങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ടത്. പക്ഷേ ഇത്തരം ആളുകളെ എന്തുകൊണ്ട് ഒരു ജാഗ്രതയോടുകൂടി പോലീസ് കാണുന്നില്ല? ഈ ഇപ്പോൾ നടപ്പിലാക്കിയ ഈ നടപടിയോട് എന്താണ് CPM നേതൃത്വത്തിൻ്റെ അഭിപ്രായം? ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ആകാശ് തില്ലങ്കേരിയെ അറസ്റ്റ് ചെയ്തതിൽ, ആകാശ് തില്ലങ്കേരി നടത്തുന്ന ഈ കൊട്ടേഷൻ പ്രവർത്തനത്തെക്കുറിച്ചും, അദ്ദേഹം നടത്തുന്ന പോലീസിനെ ഭീഷണിപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചും, അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പം ഉണ്ടായ അറസ്റ്റിനെ കുറിച്ചും എന്താണ് CPM ജില്ലാ നേതൃത്വത്തിന് പറയാനുള്ളത്? ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഇപ്പോഴും അവരുടെ പോരാളികളാണോ? CPM വ്യക്തമാക്കണം. അല്ലെങ്കിൽ ധൈര്യത്തോട് പറയണം, അവർ ഇപ്പോൾ CPMകാരല്ല, അവർ നമ്മുടെ പോരാളികളല്ല, നാം അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം ഇവരൊക്കെ നാടിന് വലിയ ഭീഷണി ഉണ്ടാക്കുന്നു, കവർച്ച നടത്തുന്നു, ആളുകളെ ആക്രമിക്കുന്നു, അനാവശ്യമായി ഇവരുടെ ഗുണ്ട പരിപാടിയാണല്ലോ ഇപ്പം നടക്കുന്നത്. സ്വർണം തട്ടിക്കൊണ്ടുപോകുന്നു, പണം കവരുന്നു, അതിനുവേണ്ടി ഒരു പ്രത്യേക ഫേസ്ബുക്ക് ഉണ്ടാക്കിയിട്ട് പണപ്പിരിവ് നടത്തുന്നു. ഇതൊക്കെ ഒരു പാർട്ടി CPM ഒരു പാർട്ടി ലൈനിൻ്റെ ഭാഗമാണോ? പാർട്ടി വ്യക്തമാക്കണം. ഇനി ഇവർക്ക് CPM ബന്ധമില്ലെങ്കിൽ എന്തുകൊണ്ട് വെട്ടിത്തുറന്ന് പറയാൻ കഴിയുന്നില്ല? CPM നേതൃത്വത്തിന് അർജുൻ ആയങ്കിയുമായി CPM ബന്ധമില്ല, ധൈര്യത്തോടെ പറയൂ. ആകാശ് തില്ലങ്കേരിയുമായി CPM ബന്ധമില്ലെങ്കിൽ ധൈര്യത്തോടെ പറയൂ. ഇതിനർത്ഥം പറയുന്നില്ല എന്ന് പറയുമ്പം കാണുമ്പോൾ ഇതിനർത്ഥം ഈ ആളുകളെ സംരക്ഷിക്കുന്നവരാണ് CPM നേതാക്കന്മാർ. ഈ CPM നേതാക്കന്മാരുടെ സംരക്ഷണത്തിലാണ് അർജുൻ ആയങ്കി വളരുന്നത്, ആകാശ് തില്ലങ്കേരി വളരുന്നത്. ഈ CPM നേതാക്കന്മാരുടെ സംരക്ഷണത്തിലാണ് ഈ ആളുകൾ എല്ലാ ഗുണ്ട വിളയാട്ടവും അക്രമവും ഒക്കെ നടത്തുന്നത്. ഈ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിലപാട് CPM ഉപേക്ഷിക്കണം. അത് നമ്മുടെ നാടിൻ്റെ സമാധാനത്തിന് അത്യാവശ്യമാണ് എന്ന് BJP പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ BJP ഈ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായ ഈ അവഹേളനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും സമര പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്? അല്ല, ഞങ്ങൾ ഇത് സംബന്ധമായി പോലീസിന് നിയമപരമായ രീതിയിലാണ് നമ്മൾ ഇതിന് പ്രവർത്തിക്കാനും പെരുമാറാനും ആലോചിച്ചത്. സമരപരിപാടി എന്നുള്ള നില, ഇതിനെ നാം സമരപരിപാടി എന്നുള്ള നിലയിൽ കാണേണ്ട വിഷയമല്ല. പ്രധാനമന്ത്രിയെ ഇത്രമാത്രം അടച്ചാക്ഷേപിച്ച ആളുകൾക്കെതിരെ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അത്തരം ആളുകൾക്കെതിരെ സമരപരിപാടി സ്വീകരിച്ചുകൊണ്ട് കാര്യമില്ല. അതിലല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ നിയമ നടപടി, ആ നിയമ നടപടിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നൂറുകണക്കിന് ആളുകൾ പരാതി കൊടുത്തു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുത്തു. ഈ നൂറുകണക്കിന് ആളുകൾ പരാതി കൊടുത്തിട്ട് ഒരു കേസാണ് ചാർജ് ചെയ്തത്. ഒരു കേസ് ചാർജ് ചെയ്തുകൊണ്ട് മറ്റുള്ള കേസുകളൊന്നും പരാതികളൊന്നും എടുക്കുന്നില്ല. ഇതൊരു ശരിയായ നടപടിയല്ല. കാരണം എല്ലാവരുടെയും പരാതിയിൽ വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വ്യത്യസ്ത കാരണങ്ങൾ പറയുമ്പോൾ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ പോലീസിന് ബാധ്യതയുണ്ട്. അപ്പോൾ കേസ് ചാർജ് ചെയ്തിട്ട് അന്വേഷിക്കുകയാണ് വേണ്ടത്. അവരെ ഉടനെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അറസ്റ്റ് ചെയ്തോ? അവർക്കെതിരെ എന്ത് നിയമ നടപടി സ്വീകരിച്ചു കേരളത്തിലെ പോലീസ് വ്യക്തമാക്കണം. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ ആളല്ല ഈ സംഭവത്തിന് പിന്നിലുള്ളത്. നിരവധി ആളുകളുണ്ട്. മലയാളികളായിട്ടുള്ള ഈ സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ചില എന്താ പറയുക, ഈ നമ്മുടെ നാടിന് തന്നെ അരോചകമുണ്ടാക്കുന്ന ചില ആളുകളാണ് വിളിച്ചത്. അല്ലാതെ ഇവരൊന്നും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ പേരിൽ മര്യാദയോടുകൂടി പ്രവർത്തിച്ചവരല്ല. വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നതിന് സ്വാഭാവികമായും ആരും എതിരല്ല. ജനാധിപത്യ രൂപത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം വേണമല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ ജനാധിപത്യ രൂപത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധങ്ങളെ എന്നും മാനിക്കുന്ന പാർട്ടിയാണ് BJP. പക്ഷേ അതിൻ്റെ മറവിൽ ഇവിടെ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ മറപിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് മുദ്രാവാക്യം വിളിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിലടക്കം പഴയങ്ങാടിയിൽ എന്താ മുദ്രാവാക്യം വിളിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ഇസ്ലാമിക സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് പഴയങ്ങാടി പ്രകടനം നടത്തി. എന്താ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപം പരാമർശം നടത്തിയില്ലേ? മുദ്രാവാക്യം വിളിച്ചില്ലേ? എന്ത് നടപടി സ്വീകരിച്ചു? അപ്പോൾ ഇതിനെ നാം വളരെ ഗൗരവത്തോടെ കാണുന്നതാണ്. ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൂടാ. പക്ഷേ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഒരു വിഭാഗം ആളുകളെ സംരക്ഷിക്കുന്ന ആളുകളായി മാറുന്നു. CPM ഭരണകാലത്തും ഇത്തരം തീവ്രവാദ സംഘടനകളെ സംരക്ഷിക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും ഈ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നു എന്നുള്ള ഒരു വലിയ ഭീഷണമായ സാഹചര്യം കേരളം അഭിമുഖീകരിക്കുകയാണ്.